എറണാകുളം വേങ്ങൂരിൽ വീണ്ടും മഞ്ഞപ്പിത്ത ബാധ. 10ഉം 12ഉം വയസ്സുള്ള കുട്ടികൾക്കാണ് രോഗം സ്ഥിരീകരിച്ചത്. ഇതോടെ രോഗം സ്ഥിരീകരിച്ചവരുടെ എണ്ണം 221 ഉയർന്നു. ചികിത്സയിലുള്ളവരിൽ 5 പേരുടെ നില ഇപ്പോഴും ഗുരുതരമായി തുടരുകയാണ്. വിഷ്ണു സുരേഷ് നമുക്കൊപ്പം ചേരുന്നു കൊച്ചിയിൽ നിന്ന്. വിഷ്ണു, വെൽക്കം ബാക്ക് ടു മോർണിംഗ് ഷോ. പറയൂ. ഗുഡ് മോർണിംഗ്. വേങ്ങൂരിൽ ഈ സ്ഥിതിഗതികളെല്ലാം നിയന്ത്രണ വിധേയമാണെന്ന് ആരോഗ്യവകുപ്പ് പറയുമ്പോഴും രോഗബാധിതരുടെ എണ്ണം പ്രതിദിനം വർദ്ധിച്ചു വരികയാണ്. ഇന്നലെ 10ഉം 12ഉം വയസ്സുള്ള 2 പേർക്ക് മഞ്ഞപ്പിത്തം സ്ഥിരീകരിക്കുന്ന സാഹചര്യമുണ്ടായി. ഇതോടെ രോഗബാധിതരുടെ എണ്ണം 229 എത്തിയിരിക്കുന്നു. ഏപ്രിൽ 17-ാം തീയതിയാണ് ആദ്യ രോഗം സ്ഥിരീകരിക്കുന്നത്. ഒരു മാസത്തെ കണക്കാണിത്. ഒരല്പം ആശങ്കപ്പെടുത്തുന്ന കണക്ക് തന്നെയാണ്. 5 പേരാണ് നിലവിൽ ആശുപത്രിയിൽ ഗുരുതരാവസ്ഥയിലുള്ളത്. 31 പേർ ആശുപത്രിയിലുണ്ട്. അവരുടെ ആരോഗ്യനില തൃപ്തികരമാണെന്നും നിലവിൽ പഞ്ചായത്ത് അധികൃതർ അറിയിക്കുന്നുണ്ട്. മജിസ്റ്റീരിയൽ അന്വേഷണം ആരംഭിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പമ്പ് സെറ്റ് അല്ലെങ്കിൽ വാട്ടർ അതോറിറ്റി ജീവനക്കാരുടെ അനാസ്ഥയിൽ നിന്നാണ് ഇത്തരത്തിൽ രോഗം പടർന്നു പിടിച്ചെന്ന ആരോപണം ഉണ്ടായിരുന്നു. ആ ആരോപണത്തിൽ നിലവിൽ മജിസ്റ്റീരിയൽ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഇതുവരെ പഞ്ചായത്തിൽ മഞ്ഞപ്പിത്തവുമായി ബന്ധപ്പെട്ട് 3 മരണമാണ് സ്ഥിരീകരിച്ചിരിക്കുന്നത്. ആരോഗ്യ വകുപ്പ് നൽകുന്ന നിർദ്ദേശങ്ങൾ കൃത്യമായ ആളുകൾ പാലിക്കണം എന്നൊരു ശക്തമായ നിർദ്ദേശം ജില്ലാ ഭരണകൂടവും മുന്നോട്ട് വെക്കുന്നുണ്ട്. SK. ഓക്കെ, താങ്ക് യു. വിഷ്ണു സുരേഷാണ് നമുക്കൊപ്പം ചേർന്ന്. ലുക്മാൻ യു ചോദിക്കും, എന്തുകൊണ്ടാണ് ആളുകൾ സൈബർ ആക്രമണത്തെക്കുറിച്ചും ഭീഷണിയെക്കുറിച്ചും പറയാത്തത്? വളരെ ലളിതമാണ്, പേടിച്ച കാര്യം വലിച്ചു കയറി ഭിത്തിയിൽ ഒട്ടിക്കും. ചിലപ്പോൾ അവരുടെ ഈ സൈബർ പോരാളികളുടെ അക്രമങ്ങൾ അവർ പൊങ്കാലയിട്ടാൽ ചിലപ്പോൾ നമുക്ക് താങ്ങാൻ കഴിയില്ല. ആ രീതിയിലുള്ള പൊങ്കാല അവിടെ അരങ്ങേറും. അത് പേടിച്ചാൽ പലരും സ്വന്തം കാര്യം നോക്കി ഇങ്ങനെ ജീവിക്കുന്നത്.